ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനോടൊത്ത്. ഞാനിന്ന് നമ്മളെങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം എങ്ങനെ കഴുകാമെന്നതിനെ കുറിച്ച് കുറച്ച് എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. പാത്രം കഴുകുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നിസ്സാര കാര്യമെന്ന് വിചാരിക്കും. പക്ഷെ അതത്ര സിമ്പിളല്ല. കാരണം നമുക്ക് കാണാം പാത്രം എങ്ങനെ വാഷ് ചെയ്യാമെന്നാണ് നോക്കുക. വേസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അത്യാധുനിക രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഇതിന്റെ വേസ്റ്റുകളൊക്കെ മാറ്റി ഇടാം. ഇതല്ല, ഇത് നമ്മൾ ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ചുകൊണ്ടിരിക്കണ. ഇപ്പൊ ഒരു ദിവസം വെള്ളം കിട്ടിയില്ല, അപ്പൊ അതിന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്. ഇന്നെന്തായാലും പിന്നെ സെറ്റാക്കും. ജീവനുള്ള അത് കൂടുതൽ കഴിക്കണം നല്ലതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത്തനി ആവർത്തനം ചെയ്യണില്ല. ഇന്നാള് ഇവിടുന്ന് കിട്ടിയതാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മാതള നാരങ്ങ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. നമ്മുടെ വിഷയം അതല്ല. വിഷയം അങ്ങനെ പാത്രം കഴുകുക എന്നുള്ളതാണ്. പാത്രം അതുപോലെ തന്നെ കപ്പലണ്ടികളാണ്. കപ്പലണ്ടി പച്ച അടയ്ക്കാണ് 2 മണി കഴിക്കാവുന്നതാണ്. വേസ്റ്റിടുന്ന പാത്രം കാലുകൊണ്ട് ചവിട്ടുക. ഈ പാത്രത്തിന്റെ പ്രത്യേകത നമ്മളിതിന്റെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ചെളി. ഇതുപോലത്തെ പാത്രങ്ങളൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്തും ഇല്ല. എന്റെ സൈഡിലൊക്കെ ചെളി. പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ പല വെർഷനുകളുണ്ട്. ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോ നമ്മള് ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാത്രം ഇങ്ങനെ കഴുകണ സമയത്ത് പെട്ടെന്ന് അത് പിടിച്ചിരിക്കും. ഇങ്ങനെ ഒരു പീസ് ഇതിന്റെ ഉള്ളില്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കുമ്പോ ഇതിന്റെ ഒരു ചെറുത് മതി. നമ്മള് ശരീരത്തിന് നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കണ്ടോ? അപ്പൊ ഇതുപോലത്തെ ഉണ്ട്. അതുപോലെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണതുണ്ട്. നമ്മൾ വിചാരിക്കും പാത്രം ഇങ്ങനെ കഴുകാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ വേറെ പറഞ്ഞത് വേറെ മേടിച്ചിട്ട് എന്നിട്ടാണ്.
ഹായ്, ഞാൻ സോളമനാണ്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശബ്ദം കൊടുത്തത്ര ശരിയായില്ല. അപ്പോൾ ഞാൻ പിന്നീട് ശബ്ദം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് വാഷ് ചെയ്യലും ശബ്ദം കൊടുക്കലും കൂടി നടക്കണില്ല. ബനിയാനൊരു കീറിയത് പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ പാത്രം എങ്ങനെ കഴുകാമെന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തുകയായിരുന്നു. പാത്രം കഴുകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയോ ഒരു പാത്രം കഴുകാൻ എത്ര ബുദ്ധിമുട്ടെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെന്തല്ല എത്ര ക്ലിയറായിട്ട് ജീവിതശൈലിയിലെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം എത്ര വൃത്തിയായിട്ട് കഴുകാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കും പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര ഒരു കാര്യമായിട്ട് കാണരുത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തരംഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഊണ് കഴിക്കാനൊക്കെ കുഴപ്പമില്ല, പക്ഷെ പാത്രം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാവുണ്ട് അതാവുണ്ട് എന്നൊക്കെ പറയും. ഇതപ്പോൾ കണ്ട കണ്ണാടി പോലെ ആയിരിക്കണേ. നമുക്ക് വേണമെങ്കിൽ കണ്ണെഴുതാം ഈ പാത്രത്തിൽ നോക്കിയിട്ട്. കാരണം അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയറിലാണ് കഴുകി വെച്ചിട്ടുള്ളത്. അപ്പം ഞാനായത് കൊണ്ട് പറയില്ല, അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ പാത്രം കഴുകാന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്, ഇത് കുഴപ്പമില്ല, ഇതെങ്ങനെയാലും കഴുകിയിട്ട് വെക്കുക, അതിൽ കൂട്ടാനോ വെക്കുക, ചോറ് വെക്കാന്ന് പറയുമ്പോൾ അതിലൂടെയാണ് രോഗാണുക്കൾ നമുക്ക് വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്നുമാണ് രോഗാണുക്കൾ വരികയും അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്ന കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു അശ്രദ്ധ മതി, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കും. ഈ ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ അവരത് മേടിച്ച് വയ്ക്കും, അവരതിന് മരുന്നൊക്കെ തന്ന് നമ്മളെ പുറത്തേക്ക് പോയിട്ട് വിടും. അപ്പോൾ അതെങ്ങനെ തടയാം എന്നതിനെ കുറിച്ച് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഈ പാത്രം കഴുകാം. ആ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ ഈ പാത്രം ഇപ്പോൾ തൊട്ട് കഴുകാൻ, നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം, ഞാൻ തന്നെ കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകുക എന്നൊരു ശീലം, അതൊരു ആപ്തമാക്കിയിട്ട് ഞാൻ അടുക്കളയിലൊക്കെ സ്ഥിരം എന്നോട് കാണുന്നവരോടൊക്കെ പറയാറുള്ളൊരു കാര്യം അതിന്. അവരവർ കഴിച്ച പാത്രം അവരവർ തന്നെ കഴുകി വയ്ക്കുക എന്നതാണ് എൻ്റെ ആപ്തവാക്യം. ഞാൻ പോകുന്ന വീട്ടിലൊക്കെ ചെറിയ കൊച്ചു കുട്ടികളോടും കൂട്ടുകാരന്മാരോടൊക്കെ ഈ കഥ പറയാറുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പാത്രം വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക. പിന്നീട് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയും പാത്രമല്ല, എൻ്റെ പാത്രമാണ്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ളൊരു പാത്രമാണ് ഞാൻ ആദ്യം കാണിച്ചത്. കാരണം ഞാൻ വർഷം ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാത്രം ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഭക്ഷണം കഴിക്കാറ്. നമ്മളിപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ കഴുകി വെക്കണം. ഞാനിപ്പോൾ ജയിലിലേക്ക് പോകണില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയ്ക്കുള്ളൂ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്, ഒരു ചുമതല തന്നെയാണ്. നമ്മൾ സാധാരണ സിംഗിളാണ് നമ്മളെ കൊണ്ടുവന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഇടണ ഞാൻ പല വീടുകളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. സിംഗിൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൽ കുറേ വെള്ളം ഒഴിക്കും, പിന്നെ അതിങ്ങനെ അത് അത്രയ്ക്ക് ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എനിക്ക് തോന്നിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ പലരും അത് ചെയ്യുകയില്ലായിരിക്കാം, ചെയ്യാതിരിക്കാം, ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് തോന്നിച്ചൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഇതിലിങ്ങനെ വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വേസ്റ്റ് മുഴുവൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോളുകൾ ചിലപ്പോൾ വെള്ളം പോവാതെ അടയും. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഇർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് പതുക്കെ അതിലിങ്ങനെ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം അങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാൻ മാത്രമല്ല താഴ്ത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നുണ്ടെങ്കിൽ സിങ്ക് ക്ലിയർ ആവുകയും വീണ്ടും അത് നമുക്ക് അവിടെ പാത്രം കഴുകാനോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന സിങ്കിൽ നമ്മൾ തുപ്പാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിങ്കിൽ ചിലവരുണ്ട് ഭക്ഷണം കഴിക്കണം അതിൽ തന്നെ തുപ്പുക, അതിൽ തന്നെ മറ്റോണം ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വാക്ക് കൂടി നമ്മുടെ തൃശ്ശൂർക്കാർ പറയും. അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊന്നും പറയാണ്ടിരിക്കുക, ചെയ്യാതിരിക്കുക. നമ്മൾ അതിൽ തന്നെ പിന്നെ തുപ്പരുത്. അതിന് കീടാണുക്കൾ ഏത് വഴിക്ക് വരണമെന്നുള്ള ഇപ്പം നമുക്കറിയണില്ല. വൈറസുകൾ എത്ര തരണ്ടെന്ന് ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല എത്ര തരണ്ടെന്ന്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് വേറെ പുതിയ തരം വൈറസുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ വൈറസുകളെ കാണാനില്ല എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമ്മൾ വയറിലേക്ക് കടിക്കുന്ന നല്ലത് കഴിച്ചു കഴിഞ്ഞാൽ വൈറസുകൾ വയറിൽ നിന്ന് മാറി നിൽക്കുന്നു പറയാം. അപ്പോൾ നമുക്ക് വയറിളക്കം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയറിലാവാതെ നോക്കുക. അപ്പോൾ പരമാവധി നമ്മൾ
ഒരു പാത്രം കഴുകുമ്പോൾ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആ ഒരു തരത്തിൽ ഇപ്പം നേരത്തെ കാണിച്ച പോലത്തെ അത് എന്നെ പറ്റിയില്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ കമ്പികളാണ് അത് ഉണ്ടാവുക. അത് ചിലപ്പോൾ നമ്മളതിങ്ങനെ ചിലപ്പോൾ ചോറിൽ നിന്നൊക്കെ അത് കിട്ടും. ഇപ്പോൾ പെണ്ണുങ്ങളുടെ ലേഡീസിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു മുടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുടി നല്ലതാണ് ഭംഗിയുള്ളതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചോറിൽ നിന്ന് ഒരു മുടി കിട്ടിയാൽ മതി, ആ വീട്ടിൽ ആകെ അടിയാവും. കണ്ട അവനൊരു നാണല്ലെങ്കിൽ അവൾ അത് ചെയ്യേണ്ട ആള്. മുടിയുടെ കാര്യം പറഞ്ഞ് ഇത്രയ്ക്കുള്ളൂ. കാരണം മുടീനും നമ്മൾ അടിപൊളിയാന്ന് പറയും. ഇപ്പം എനിക്ക് മുടിയില്ല, എന്നാലും ഞാൻ തലമ കെട്ടിയിട്ടുണ്ടെന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുടി കിട്ടി കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാവും, പിന്നെ ഒന്നും പറച്ചിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങയുടെ വിഷയത്തിലേക്ക് പോകണില്ല. അത് പിന്നെ ഒരു കോമഡി ഇതിലായിട്ടാണ് മാറുക. അപ്പോൾ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ഇതല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ടുള്ളത് വരും. അതിപ്പോൾ വേണമെങ്കിൽ ഒരു 15 രൂപ കൂടിയാലും കുഴപ്പമില്ല, 10, 15, 20 രൂപ വന്നു കഴിഞ്ഞാലും അതുപോലെ കവറിങ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ അതിട്ടിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ വർക്കിന് പോകേണ്ടി വരും, ഓഫീസിലേക്ക് പോകേണ്ടി വരും, മറ്റുള്ള ജോലികൾക്ക് പോകേണ്ടി വരുന്ന മാതാ ടീമുകൾക്കും പിതാ ടീമുകൾക്കും വേണ്ടിയിട്ടൊക്കെ കൂട്ടുകാരികൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പൊട്ടിയിട്ട് ഒരു പീസൊക്കെ ചിലപ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കും ഓപ്പറേഷന് വരെ അത് കാരണമാവും. കാരണം ഇത് കുടലിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് വരും. പുറത്തേക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് നാളുകൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ വലിയ ഇപ്പോൾ ക്യാൻസർ പോലെ അതുപോലുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങൾക്ക് ഇടവരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയ്ക്കുള്ളൂ. നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ മനസ്സ് ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കുക, ശരീരം ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കുക, പാത്രം ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കുക, ഡ്രസ്സുകൾ ക്ലിയർ ആക്കി കൊണ്ടു നടക്കുക. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യുക. മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് നന്നായി, നാട് നന്നായി, നാട്ടുകാരും നന്നായി, വീട്ടുകാരും നന്നായി. അപ്പോൾ വലിയ കാഴ്ചകളൊന്നും ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ പണിയെടുക്കുന്ന കാഴ്ചകൾ മുഴുവൻ അങ്ങനെ തിക്കുന്നരക്കാടിയിട്ട് ഓഫീസിലേക്ക് പോകാനോടക്ക് വേണ്ടിയിട്ട് നമ്മൾ പാത്രം കഴുകാണ്ടും ഭക്ഷണം ഇങ്ങനെ നമ്മൾ ഭക്ഷിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോന്ന് വന്നിട്ട് ആ കാഴ്ച മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ പറയണേ എനിക്കും ഇടയ്ക്കൊക്കെ ഓരോ രോഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശ്വാസം പിടിച്ച് പറയണില്ല. ശ്വാസം പിടിച്ച് പറഞ്ഞ് ശ്വാസം നിലയ്ക്കും. ശ്വാസത്തിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ബനിയാൻ കയറിയാലും ആൾ വർക്കിൽ തന്നെയാണ്, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് അത് കാരണം ഇന്നലെ ചില മരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന കാരണം ഇന്ന് പ്രത്യേക കോമഡി പ്രോഗ്രാം നടത്തുന്നില്ല. അത് 2 ടീസ്പൂണാണ് എടുത്ത് കാണിച്ചത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കഴുകിയിട്ടുണ്ട്. എല്ലാവരും പച്ച ഇത് തന്നെ മേടിക്കണം ഞാൻ നിർബന്ധം പറയില്ല. കാരണം പച്ച പ്ലേറ്റ് എനിക്കൊരു എന്തായാലും കഴിക്കുമ്പോൾ അതൊരു രസമായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാലൊക്കെ പാത്രങ്ങൾ കഴുകുള്ളൂ. ചിലപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. എപ്പോഴും ആ വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുക, മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ തിന്നുക പിന്നെ വേറെ ഒരു പണിയില്ലല്ലേ. എൻ്റെ അമ്മ ഇന്നസെൻറ്റിൻ്റെ ശബ്ദമായിട്ട് തോന്നിക്കില്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറ്റില്ലല്ലോ. നമ്മൾ ഇത് ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിനുള്ളത് ഉണ്ടാക്കണം, പിന്നെ ഭക്ഷണം വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ എല്ലാതും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമ്മളെല്ലാതും ബുദ്ധിമുട്ടായിട്ട് കാണരുത്. ഒരു ഗെയിമായിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കേണ്ട ആള് എന്തോ പാത്രം കഴുകി കഴിഞ്ഞ് നമുക്ക് മുഖം കാണാൻ പറ്റും. മീശ വരെ ഞാൻ ചിലപ്പോൾ അങ്ങനെ വെട്ടുക. ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നോക്കിയിട്ടാണ് മീശയൊക്കെ വെട്ടുക. കാരണം ഞാൻ മീശ കനം കുറയ്ക്കുക. ചിലപ്പോൾ കണ്ണാടി കിട്ടിയില്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ പിന്നിലൊക്കെ ചെയ്യും. അപ്പോൾ അധികം തള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ തള്ളണത് മുഴുവൻ സ്വീകരിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. എന്തോ യൂറേക്ക എന്തോ ഒരു കണ്ടുപിടുത്തം നടത്തിയ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആള് കുഴപ്പമില്ല, ഡീസൻ്റാണ്. അപ്പോൾ വെള്ളം കഴിയുന്നവരെ അത് ചെയ്യുള്ളൂ എന്ന് തോന്നും. പാത്രങ്ങളൊക്കെ ഒരു വിധം ക്ലിയറാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി കാണുന്നത് സിങ്ക് എങ്ങനെ വാഷ് ചെയ്യാം എന്നുള്ളതാണ്. സിങ്കുകൾ പലതരത്തിലുള്ള സിങ്കുകളുണ്ട്.
ഇതെന്താ പ്രത്യേകത, സ്റ്റീലിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ തുരുമ്പ് പിടിക്കാതെയൊക്കെ നമുക്ക് നോക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ സോപ്പൊക്കെ എല്ലാം തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ തുരുമ്പ് ഇല്ലാതാവും. ഇത് ഞാൻ പുതുതായിട്ട് ഉള്ള ഒരു അറിവായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് എല്ലാം പുതിയത് തന്നെയാണ്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളത് സ്വീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും നല്ല ടിപ്പുകൾ വേറെ ഉണ്ടെങ്കിൽ എന്നോട്, ഞാൻ പല വീടുകളിലേക്കും പോകുമ്പോൾ അവർ പറയാറുണ്ട്, അടുക്കള അങ്ങനെ ചെയ്ത് ശരിയായിട്ടില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായിട്ടില്ല. അപ്പം ഞാൻ പറ്റാവുന്ന വിധത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ക്ഷമയോടുകൂടി നമ്മൾ ആ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും നല്ലത് തന്നെയാണ്. നല്ലത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അതിന് സമയം കണ്ടെത്തണം. ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ വേണമെങ്കിൽ ജോലിക്ക് വെക്കുന്നത് കൊണ്ടും വിരോധമില്ല. കാരണം പക്ഷെ അവരൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന് ഇല്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ അത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കത് മനസ്സിന് തൃപ്തിപ്പെടുന്ന രീതിയിലാണെങ്കിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു കീഴ്വഴക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിങ്ങനെ തുടച്ചതിന് ശേഷം സിങ്കും വളരെ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടി വരുമ്പോൾ അതിലെ വൃത്തി ചിലപ്പോൾ ഇത്രയ്ക്കും കിട്ടണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കറകളൊക്കെ പിടിച്ച് പിന്നീടത് പോകാത്തൊരവസ്ഥ വരും. അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിതായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ എന്തായാലും കൈകളൊക്കെ ഒന്നുകൂടി ക്ലിയറാക്കി കഴുകിയിട്ട് അടുത്ത ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാനുള്ളൊരു തിരക്കിലാണ്. അപ്പോൾ